ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളൊരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉലുവ എടുത്ത് നമ്മൾ ഇനി അതിനെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. പോകലില്ല. ഉലുവ നമുക്കൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കട്ടോ. രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് വെക്കണം. നമുക്കതിൽ നല്ല വെള്ളം ഒഴിച്ചിട്ടൊരു 12 മണിക്കൂർ കുതിരാൻ വെക്കണം. നമ്മളിന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെയാണ് നമ്മളത് അടുപ്പത്ത് വെക്കട്ടോ. അതിൽ 12 മണിക്കൂർ കുതിർത്ത് വെക്കണത്. അത് കുതിരട്ടെ. ഇനി നമുക്ക് കുറച്ച് അരി, ചോറ് വെക്കുന്ന അരി തന്നെയാണ്. പാലക്കാടൻ മട്ട ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമുക്ക് നവരരി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിടാം. പക്ഷെ നമ്മൾ കയ്യിൽ 2 അരിയും ഇല്ല. അതിനെക്കൊണ്ട് ചോറ് വെക്കുന്ന അരി തന്നെയാണ് നമ്മൾ കുതിർത്തി വെക്കാൻ പോകണം കേട്ടോ. ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ അരിയും ഉലുവയും ഒക്കെ കുതിർന്ന് വന്ന് അതൊക്കെ ഒന്ന് കഴുകി നമ്മൾ കുക്കറിൽ ഇട്ടോ. പിന്നെ ചുവന്നുള്ളിയൊക്കെ ഫുള്ള് ഉരിച്ചെടുത്തിട്ട് അതും ഇട്ട് പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വേവിച്ച് നമ്മൾ തേങ്ങയും ശർക്കര തേങ്ങ ഒന്ന് നല്ലോണം കൈ കൊണ്ട് ഇതാക്കിയിട്ട് ഞെവിണ്ടി ഇതാക്കിയിട്ട് നമ്മൾ ഉലുവയിലേക്കിട്ട് ഉലുവ വേവിച്ചെടുത്തതാട്ടത്. പിന്നെ ശർക്കര, നല്ല ശർക്കര. അപ്പോൾ നമ്മൾ ഉലുവ വെന്ത് അതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഇടും. ഉലുവ വെന്ത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടതാണ്. ഇനി അതൊന്നും കൂടെ അടുപ്പത്ത് വെച്ച് ഇളക്കിയെടുത്ത് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്ന് നമ്മൾ ഉലുവ കഞ്ഞി റെഡിയായി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.